മോനേതാ മനസ്സിലായില്ലല്ലോ. ഞാനിവിടെ സാറിനെ സഹായിക്കാൻ നിൽക്കുന്നതാ. എന്നാ നീ ഭാഗമൊക്കെ മുറിയിലേക്ക് എടുത്തു വെച്ചോ. ആ അച്ഛൻ മുറിയിലുണ്ടോ? ഉണ്ട് മാഡം. ഞാൻ ആരാന്ന് വെച്ച് അകത്തേക്ക് കയറ്റി വിട്ടത്? അറിയാം മാഡം, നിലാരാമൻ. മാഡത്തെ വാർത്തയിലൊക്കെ കാണാറുണ്ട്. രാമൻ സാറിന്റെ മകളല്ലേ? ഉം. ആ നീയാ? ഇന്നലെ കാലിൻ്റെ നഖം മുറിക്കാൻ നോക്കിയിട്ട് കഷ്ടപ്പെട്ടു പോയി. അപ്പോഴാണ് എൻ്റെ അമ്മയുടെ കാര്യം ഓർത്തത്. 86 വയസ്സ് വരെ അമ്മ തന്നെയാണ് നഖം വെട്ടിയത്. ഓരോ പ്രായമാകുമ്പോഴാ ആ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ട് അറിയുക. ആട്ടെ, നീ എന്താ പതിവില്ലാതെ രാവിലെ? തലസ്ഥാനത്തായിരുന്നു കഴക്കൂട്ടൻ ശിവനുമായിട്ട് ഒരഭിമുഖം. ഇനി 2 മണിക്ക് ഡെസ്കിൽ. അച്ഛനെ ഒന്ന് വന്ന് കാണാൻ തോന്നി. 1 മാസമായില്ലേ വന്നിട്ട്. ന്യൂസ് ആൻഡ് വ്യൂസിൽ ഇന്നും നീയാണോ? വയസ്സായെങ്കിലും അച്ഛൻ്റെ ഈ മോള് തന്നെയാ അവിടെ ക്യൂട്ടും സ്മാർട്ടും. നിലാരാമനാണോ വ്യൂവേഴ്സ് കൂടും. അതുകൊണ്ട് ചാനലിന് ഞാൻ മതി. ഞാനങ്ങ് കത്തിക്കേറുമല്ലേ. എന്ത് കത്തിക്കയറുന്നാ? ഒരുമാതിരി പൈപ്പിൻ ചോട്ടിലെ പെണ്ണുങ്ങൾ തല്ലുകൂടുന്ന പോലെയാ എനിക്ക് നിന്റെ അതിലെ സംസാരം കേൾക്കുമ്പോൾ തോന്നുക. നിനക്കതിൽ നിന്നൊന്ന് മാറിയെന്നൂടെ? ഓ, അച്ഛൻ്റെ കാലത്തെ ജേർണലിസം അല്ല ഇപ്പോ. അച്ഛൻ്റെ കാലത്തും നീ ഈ പറഞ്ഞ ജേർണലിസം ഉണ്ടായിരുന്നു. വൈകിട്ടാണെന്ന് മാത്രം. മഞ്ഞപ്പത്രം എന്നാ പറയുക. വൃദ്ധയെ തലക്കടിച്ചു കൊന്നു. അജ്ഞാത യുവതിയുടെ ജഡം കുറ്റിക്കാട്ടിൽ. ചൂടുള്ള വാർത്ത എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കും. അതിൻ്റെ ഒരു പുതിയ വേർഷനല്ലേ നിങ്ങളുടെ ഓരോ ബുള്ളറ്റിനും? എന്നു പറഞ്ഞാ ആളുകൾക്ക് താല്പര്യമുള്ളത് വേണ്ടേ കൊടുക്കാൻ? അല്ലെങ്കിൽ ആളുകൾ അടുത്ത ചാനൽ കാണും. ആളുകൾക്ക് താല്പര്യമുള്ളത് കൊടുക്കുകയല്ല വേണ്ടത്. ആളുകൾ അറിയേണ്ടത് അറിയിക്കുകയാണ് വേണ്ടത്. ഞാൻ പിന്നെ ആ പണിയും കളഞ്ഞിറങ്ങണമെന്നാണോ? ഒരു സൂപ്പർ മാർക്കറ്റിൽ ബില്ലടിച്ചു കൊടുക്കുന്ന ജോലി പോലും നേരാവണ്ണം ചെയ്യാൻ പറ്റില്ല പിന്നെ എന്നെ കൊണ്ട്. അത് നീ പറഞ്ഞത് ശരിയാ. എന്താ ജനക? ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്നാ അച്ഛൻ പോയി കഴിക്ക്, ഞാൻ വല്ല ഓർഡർ ചെയ്യാം. അത് വേണ്ട മാഡം, മാഡത്തിനും കഴിക്കാൻ എടുത്തിട്ടുണ്ട്. എന്നാ ഞങ്ങൾ അങ്ങോട്ട് വരാം. ജനകൻ എടുത്തോ. ആളെ കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു ചെക്കനാണല്ലോ. ഇവൻ പണിയൊക്കെ എടുക്കോ? മുന്നേ വന്നിരുന്ന പെണ്ണുങ്ങളെക്കാൾ നന്നായി ചെയ്യുന്നുണ്ട്. വർത്താനവും കുറവാണ്. കൊള്ളാലോടെ ചട്നി. ശരവണ ഹോട്ടലിലെ ചട്നി പോലുണ്ട്. യൂട്യൂബ് നോക്കി പഠിച്ചതാ. ഒരു ദോശം കൂടി എടുക്കട്ടെ മാഡം? ആ, ഒരെണ്ണം കൂടി പോരട്ടെ. വാഷിംഗ് ഒക്കെ എങ്ങനെയാണ്? കല്ലിലിട്ടാ ചെയ്യുന്നേ. മെഷീനിൽ മതിയെന്ന് ഞാൻ പറഞ്ഞതാ. ആകെ 2 തുണിയല്ലേ ഉള്ളൂ. അത് കൈകൊണ്ട് കഴുകിക്കോളാമെന്ന് അവൻ പറഞ്ഞു. ആ, അതിൻ്റെ ആവശ്യമുള്ളൂ. ആ, പിന്നെ തുണി കഴുകാൻ തുടങ്ങുമ്പോൾ എന്നോടൊന്ന് പറയണം. എൻ്റെ കുറച്ച് ഡ്രസ്സുണ്ട്. ഞാൻ ടോയ്ലറ്റൊക്കെ കഴുകിക്കഴിഞ്ഞ് വാഷ് ചെയ്യാൻ തുടങ്ങും. അന്നേരം വന്നോളാം. ചെക്കൻ എങ്ങനെയാണ്? രാത്രി ഇവിടെ കിടക്കോ? ഏയ്, അവനിപ്പോൾ തന്നെ പോകും. പഠിക്കണുണ്ട്, +2. ഉച്ചത്തേക്കുള്ളത് കൂടി ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് പോകും. വൈകിട്ട് വന്നിട്ട് രാത്രിയിലേക്കുള്ളത് ഉണ്ടാക്കും. എത്ര കൊടുക്കണം? ഞാനത് ഫുൾ ടൈം നിൽക്കുന്നവർക്കുള്ളത് തന്നെ കൊടുക്കുന്നുണ്ട്. എത്ര? 20,000? വരുന്ന പെണ്ണുങ്ങൾ ചെയ്യുന്നേക്കാൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇവൻ. പിന്നെ കൊടുക്കുന്നതിലെന്താ? ജോലി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാത്തതാ നല്ലത്. ഏതു നേരവും ഫോൺ വിളിച്ചുള്ള സംസാരമല്ലേ വരുന്ന പെണ്ണുങ്ങൾക്കൊക്കെ. വീടടുത്താണോ ഇവന്റെ? അടുത്താ, നീ അറിയും. ആ ജാനുവിൻ്റെ മോനാ. ഏത്? അടിച്ചു തൽക്കരി ജാനുവിന്റെയോ? അല്ല, നിന്റെ കൂടെ 10ാം ക്ലാസ്സിലുണ്ടായ ജാനു ഇല്ലേ? ആ, ഇലക്ട്രീഷ്യനെ കെട്ടിയ ജാനുവോ? അത് തന്നെ. ആള് ഷോക്കേറ്റ് മരിച്ചു. അപ്പോ അവള് ജോലിക്കൊന്നും പോകുന്നില്ലേ? ആദ്യം അവളൊരു പമ്പിൽ പെട്രോൾ അടിക്കുന്ന ജോലിക്ക് പോയിരുന്നു. ഇവൻ്റെ 10ാം ക്ലാസ് പരീക്ഷയുടെ സമയമായിരുന്നേ. അപ്പോൾ
പരീക്ഷ കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ അമ്മേനെ ജോലിക്ക് പോകാൻ വിട്ടില്ല. ഇവനൊരു ഇലക്ട്രീഷ്യൻ്റെ കൂടെ വൈകിട്ട് ജോലിക്ക് പോയി വീട്ടു ചെലവിനുള്ളത് സമ്പാദിച്ചു. അച്ഛൻ എങ്ങനെ ഇവരെ ഇവിടെ കിട്ടി? ഒരു ദിവസം ഇവിടെ ഇലക്ട്രിക് പണിക്ക് വന്നപ്പോൾ ഇവിടെ ജോലിക്കാരി ഇട്ടിട്ട് പോയ സമയമായിരുന്നു. ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്ന് ചോറ് വാങ്ങുന്ന കാര്യം പറഞ്ഞപ്പോൾ അവനിവിടെ ചോറും കറിയും വെക്കട്ടെ എന്ന് ചോദിച്ചു, വെച്ചു. അച്ഛൻ അവനെ ഇവിടെ സ്ഥിരമാക്കുകയും ചെയ്തു അല്ലേ? വീട്ടിൽ 2 ഉണ്ട്. വെള്ളം പോലും എടുത്തു കുടിക്കൂല. നീയും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? ഞാൻ അവനെക്കുറിച്ചൊരു സ്റ്റോറി ചെയ്താലോ? അന്യവീടുകളിൽ അടുക്കള ജോലി ചെയ്ത് മക്കളെ വളർത്തുന്ന ഒരുപാട് അമ്മമാരില്ലേ നമ്മുടെ നാട്ടിൽ? സിനിമയിലൊക്കെ സ്ഥിരം സാന്നിധ്യമല്ലേ ഒരു അടിച്ചുതളിക്കാരി ജാനു. ദാ ഇവിടെ ഒരു ജാനുവിന്റെ മകൻ തന്റെ അമ്മയെ നോക്കുവാനായിട്ട് വീട്ടുപണിക്ക് പോകുന്നു. ഒന്ന് നിർത്താമോ അവളുടെ ഒരു സ്റ്റോറി? ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുന്ന ഈ വൃത്തികെട്ട മാധ്യമപ്രവർത്തനം. മകൾ റേപ്പ് ചെയ്യപ്പെട്ടെന്നറിഞ്ഞ് വിതുമ്പുന്ന അമ്മയുടെ ബൈറ്റ്. പ്രതിയെ ശിക്ഷിച്ചു കഴിയുമ്പോൾ നീതി കിട്ടിയതിൽ സന്തോഷിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം. നാണം ആവില്ലേ നിനക്കൊക്കെ? കഷ്ടം. മാഡം തുണി കഴുകാനുള്ള തന്ന കഴുകായിരുന്നു. ഇല്ല മോനെ, ഞാൻ പിന്നെ കഴുകിക്കോളാം. ശരി.